വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയുടെ 7-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതാരംഭത്തോടെ തന്നെ ഉണ്ടായിരുന്നതായിരുന്നെങ്കിലും ആദ്യമായി ഉണർന്ന ഹൃദയവികാരങ്ങളോടെ സുഹറയും മജീദും അന്യോന്യം ഒന്നാകുന്നതിൻ്റെയും പ്രണയത്തിൻ്റെ മധുരവും സുഖകരമായ ആലസ്യവും അനുഭവിച്ചതിൻ്റെയുമായ പ്രകാശനമാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പ്രത്യേകതയാകുന്നത്. സുഹറയുടെ ജീവിതം ഉദ്ദേശമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മിക്ക സമയവും മജീദിൻ്റെ വീട്ടിലാണ് അവൾ. എല്ലാവർക്കും അവളോട് സ്നേഹമാണ്. എങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും വിഷാദഭാവമുണ്ടായിരുന്നു. ഒന്നുകൊണ്ടും വ്യസനിക്കരുതെന്ന് മജീദിൻ്റെ ഉമ്മ എപ്പോഴും അവളോട് പറയും. എനിക്ക് വ്യസനമൊന്നുമില്ല, മന്ദഹാസപൂർവം സുഹറ അത് പറയും. എങ്കിലും അവളുടെ സ്വരത്തിലെ ശോകധ്വനി മായ്ക്കാൻ അവൾക്കു കഴിഞ്ഞിരുന്നില്ല. അത് മജീദിനെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ പറയും, പണ്ടത്തെ മാതിരിയുള്ള സുഹറയുടെ ഒരു ചിരി കേൾക്കാൻ കൊതിയാവുന്നു. അവൾ പറയും, ഞാൻ പണ്ടത്തെ മാതിരിയല്ലേ ചിരിക്കണത്? അല്ല, ഇപ്പോഴത്തെ ചിരിയിൽ കണ്ണുനീരുള്ളത് പോലെ. ഓ, അത് ഞാൻ വളർന്നു പോയിട്ടായിരിക്കും. ഒട്ടുകഴിഞ്ഞ് നാം വളരേണ്ടായിരുന്നു. വളർന്നു പോയത് കൊണ്ടാണോ ദുഃഖവും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായത്? അവർ കുഞ്ഞുങ്ങളായിരുന്നു. അവരറിയാതെ അവർ വളർന്നുപോയി. മാറും തലയും വളർന്ന ഒരു യുവതിയായി സുഹറ. മജീദ് പൊടിമീശക്കാരനായ ഒരു യുവാവും. സുഹറയ്ക്ക് അവളുടെ ഭാവിയെപ്പറ്റി വളരെ ആശങ്കകളുണ്ട്. സഹോദരിയും മാതാവും അവളും അനാഥരാണ്. പിതാവിൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ ഭാരം അവളിലാണ് വന്നു ചേർന്നത്. അവൾക്ക് 16 വയസ്സേയുള്ളൂ, പെൺകുട്ടി തന്നെ. എങ്കിലും അവൾ ആ കുടുംബത്തെ സംരക്ഷിക്കണം. എത്ര കാലമാണ് മജീദിൻ്റെ ഉമ്മായിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുക, മറ്റുള്ളവരുടെ സന്മനോഭാവത്തിൻ കീഴിൽ ജീവിക്കുക? അവിടെ മജീദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു. മജീദിൻ്റെ ബാപ്പയോടോ ഉമ്മയോടോ സഹോദരിമാരോടോ സുഹറയ്ക്ക് വഴക്കില്ല. എങ്കിലും മജീദിനോടുള്ള എന്തോ ഒന്ന് മറ്റുള്ളവരോടില്ല. മജീദ് അവളുടെ മുൻപിലുള്ളപ്പോൾ ഒന്നുമില്ല, ഇല്ലാത്തപ്പോഴാണ് വിഷമം. മജീദ് കാലത്തെ സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം മടങ്ങി വരുന്നതുവരെ അവൾക്ക് ഒരു പരിഭ്രമമാണ്. മജീദിന് എന്തെങ്കിലും സുഖക്കേട് വന്നാൽ അവൾക്ക് ഉറക്കമില്ല. എപ്പോഴും മജീദിൻ്റെ അടുത്തിരിക്കണം, രാപ്പകൽ ശുശ്രൂഷിക്കണം. അവളുടെ ആഗ്രഹാനുസരണം എന്നോണം ആയിടെ ഒരു സംഭവമുണ്ടായി. മജീദിൻ്റെ വലതുകാലിൽ വിഷക്കൊല്ലു കാച്ചി. ടൗണിലെ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയതിൻ്റെ 4-ാമത്തെ കൊല്ലം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി കാലിനു വേദന തോന്നി. ഒക്കെയാണ് മജീദ് വീട്ടിൽ വന്നു കയറിയത്. പിറ്റേ ദിവസം കാലിൽ അടിഭാഗത്തായി പഴുപ്പ് കണ്ടു. ദേഹമാകെ ചുളുചുളുപ്പും വേദനയും. മജീദ് കട്ടിലിൽ കിടന്നു ഞരങ്ങും. എല്ലാവരും പറഞ്ഞു, കുരു പൊട്ടിയാൽ വേദന ശമിക്കും. പക്ഷേ ആളടുത്ത് ചെന്നാൽ മജീദ് വാവിട്ട് കരയും. അവിടെ എപ്പോഴും ആൾക്കൂട്ടമാണ്. സുഖക്കേട് അറിയുവാൻ വരുന്നവരുടെ ബഹളം ഒഴിഞ്ഞ അപൂർവാവസരങ്ങളിൽ സുഹറ മുറിയിൽ കയറി മജീദിൻ്റെ കാൽക്കൽ ചെന്ന് പഴുത്ത സ്ഥലത്ത് ഊതിക്കൊണ്ടിരിക്കും. പഴുത്ത വലിയ മഞ്ഞ പേരയ്ക്ക പോലെ കാലിനുള്ളിൽ മുഴച്ചു വീർത്തു നിൽക്കുകയാണ്. അതിൻ്റെ വേദന മജീദിനു സഹിക്കാൻ കഴിഞ്ഞില്ല. സുഹറ, ഞാൻ മരിച്ചു പോകും. മജീദ് സങ്കടത്തോടെ കരഞ്ഞു. അതിനെന്താണ് ചെയ്യേണ്ടത്? അവൾക്ക് രൂപമുണ്ടായില്ല. കരച്ചിൽ വന്നു. അവൾ മജീദിൻ്റെ വലതു കാലടി കവിളിൽ ചേർത്ത് പിടിച്ചു. ഉള്ളം കാലിൽ ഗാഠമായി ഒന്ന് ചുംബിച്ചു. ആദ്യത്തെ ചുംബനം. അവൾ എഴുന്നേറ്റ് ചെന്ന് ചൂടുപിടിച്ച നെറ്റിയിൽ തടവിക്കൊണ്ട് മജീദിൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞു. അവളുടെ മുടിക്കെട്ടഴിഞ്ഞ് മജീദിൻ്റെ നെഞ്ചിൽ വിതറി വീണു. അവളുടെ നിശ്വാസം അവൻ്റെ മുഖത്ത് സ്പർശിച്ചു. അവളുടെ ആകെയുള്ള മണം ഒരു വൈദ്യുത ശക്തി നാഡിഞരമ്പുകളെ വിറപ്പിച്ചു കൊണ്ടിരുന്നു. കാന്തത്താൽ ആകർഷിക്കപ്പെട്ടതുപോലെ മജീദിൻ്റെ മുഖം ഉയർന്നു. കൈകൾ രണ്ടും അവളുടെ കഴുത്തിനെ വലയം ചെയ്തു. അവളെ അവൻ നെഞ്ചോട് ചേർത്ത് അമർത്തി. അവളെ അവനിലേക്ക് ആവാഹിച്ചു. സുഹറ, എൻ്റെ. സുഹറായുടെ ചുവന്ന ചുണ്ടുകൾ മജീദിൻ്റെ ചുണ്ടിൽ അമർന്നു. ജീവിതാരംഭത്തോടെ ഉള്ളതെങ്കിലും അന്ന് ആദ്യമായി ഉണർന്ന വികാരങ്ങളോടെ അവർ അന്യോന്യം ഒട്ടിച്ചേർന്നു. 1000 ചുംബനങ്ങൾ അർപ്പിച്ചു. കണ്ണുകൾ, നെറ്റി, കവിൾത്തടങ്ങൾ, കഴുത്ത്, നെഞ്ച് ആകെ വിറച്ചു. സുഖകരമായ ഒരു ആലസ്യവും പുതുതായ ഒരു ആശ്വാസവും. എന്തോ സംഭവിച്ചു. എന്താണത്? കുരു പൊട്ടി.
മന്ദഹാസത്തോടെ ദിവ്യമായ സംഗീതം പോലെ സുഹറ മന്ത്രിച്ചു. മജീദ് എഴുന്നേറ്റിരുന്നു. അത്ഭുതം! ഗുരു പൊട്ടിപ്പോയി. ലജ്ജയാൽ കുനിഞ്ഞുപോയ സുഹറയുടെ പ്രേമാർദ്രമായ മുഖത്തേക്ക് മജീദ് നോക്കി. ആ പവിഴച്ചുണ്ടുകളുടെ മാധുര്യവും ആ പ്രഥമ ചുംബനങ്ങളുടെ മാദകത്വവും, സുഹറ ചുംബിച്ച വലതുകാലടിയുടെ വെള്ളയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു കുളിർമ. സുഹറയ്ക്ക് അന്നു രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. എന്തോ ആകെ ചൂട് പിടിച്ചു. വല്ലാതെ അലിഞ്ഞുപോയി. സുഹറയുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട്. എങ്കിലും അതിൻ്റെ സാഫല്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ അവൾക്ക് ഭയം തോന്നി. വല്ലാത്ത അനിശ്ചിതാവസ്ഥയിൽ കൂടി അവളുടെ ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു വന്നു. ഇവിടെ 7-ാമത്തെ അധ്യായത്തിൻ്റെ വായന പൂർത്തിയാകുന്നു.